ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലെ വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ ഫണ്ട് പരിപാടിക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ബോർഡ് മുൻകൂർ കൊടുത്ത പണത്തിന് തത്തുല്യമായി സ്പോൺസർഷിപ്പ് കിട്ടിയില്ല എന്നാണ് കണ്ടെത്തൽ. അയ്യപ്പ സംഗമത്തിന് ചെലവായ തുക സംബന്ധിച്ച് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിലും ഇതു സംബന്ധിച്ച് വ്യക്തത ഇല്ല. സെപ്റ്റംബർ 20-നാണ് സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. പരിപാടിക്കായി ദേവസ്വം ബോർഡ് അഡ്വാൻസായി 3 കോടി നൽകിയെന്നാണ് സൂചന. ഈ തുകയടക്കം സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ച് തിരികെ ദേവസ്വം ബോർഡിന് നൽകണമെന്നായിരുന്നു ധാരണ. കാരണം ദേവസ്വം ബോർഡിന്റെ പണം ഒരു കാരണവശാലും പരിപാടിക്ക് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് മുൻകൂർ നൽകിയ തുക സ്പോൺസർഷിപ്പിലൂടെ വന്നില്ല. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്മേൽ ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച ഹർജി 10 ദിവസത്തിനു ശേഷം പരിഗണിക്കാൻ മാറ്റി. സ്പോൺസർഷിപ്പ് വഴി 4 കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. എന്നാൽ ചെലവ് അതിലുമേറെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നതെന്നും ദേവസ്വം പ്രസിഡന്റ്. സ്പോൺസർഷിപ്പ് വഴി കിട്ടിയിട്ടുള്ളത് 4 കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട്. ചെലവ് അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി പരിഹരിക്കാനായിട്ട് ബോർഡ് അവരെ ബന്ധപ്പെട്ടവരെ വിളിച്ചിട്ടുണ്ട്. 17-ാം തീയതി ദേവസ്വം ബോർഡ് മീറ്റിംഗിലേക്ക് തന്നെ അവരെ വിളിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് അഡ്വാൻസ് ഇനത്തിൽ നൽകിയ എത്ര തുക സംഗമത്തിനായി ചെലവഴിച്ചുവെന്ന് സംബന്ധിച്ച് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിലും വ്യക്തതയില്ല. സ്പോൺസർമാരിൽ നിന്ന് പണം കിട്ടിയപ്പോൾ ദേവസ്വം ബോർഡ് മുൻകൂർ നൽകിയ തുക തിരികെ നൽകിയെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ എത്ര തുകയാണ് ചെലവായതെന്നും തിരികെ നൽകിയതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രേഖാമൂലം നൽകിയ മറുപടിയിലില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.